ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين. بسم الله الرحمن الرحيم. قال رب إني قتلت منهم نفسا فأخاف أن يقتلون وأخي هارون هو أفصح مني لسانا فأرسله معي يرد أن يصدقني إني أخاف أن يكذبون. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നുബുവത്ത് നൽകുകയുണ്ടായി. ആ നുബുവത്തിനെ ശക്തിപ്പെടുത്തുന്ന രണ്ട് മുഅ്ജിസത്തും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ചു. അടുത്തത് ഫിർഔനിന്റെ മുന്നിലേക്ക് പോവണം എന്നതാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഫിർഔനിനെ കണ്ടുമുട്ടുന്നതിന് ചില തടസ്സവാദങ്ങൾ പറയുന്നതാണ് അടുത്ത രംഗം. സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അല്ലാഹുവേ, ചില തടസ്സങ്ങളുണ്ട്, അത് നീ നീക്കി തരണം. ഒന്നാമത്തെ തടസ്സം, ഞാനെങ്ങനെ ഒറ്റക്ക് ഫിർഔനിന്റെ അടുത്തേക്ക് പോകും? കാരണം ഫിർഔനിന് എന്നോട് വല്ലാത്ത വിരോധം. അവന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഒരു തെറ്റുകാരനാണ്, ഒരു കൊലപാതകിയാണ്. അതുപോലെ അവൻ എന്നെ കൊല്ലുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുമാത്രല്ല, ഞാൻ അവനോട് കാര്യങ്ങൾ പോയി സംസാരിച്ചാൽ അവൻ എന്നെ നിഷേധിച്ച് തള്ളുമോ എന്നും ഞാൻ ആശങ്കപ്പെടുന്നു. അതോടൊപ്പം എനിക്ക് സംസാര വൈഭവം കുറവാണ്. അതായത് ധിക്കാരിയായ ഫിർഔനിനെ നേരിടാൻ എല്ലാം ഒത്തിണങ്ങിയ ഒരു കൂട്ടാളിയെ, ഒരു സഹായിയെ അദ്ദേഹം അല്ലാഹുവോട് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ആദർശ കൂട്ടുകാരനെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. അതാണ് സൂറത്തുൽ ഖസസിലെ 33-ാമത്തതും 34-ാമത്തതുമായ വചനം. ഖാല റബ്ബി ഇന്നി ഖതൽതു മിൻകും നഫ്സാ. പടച്ചവനെ, ആ സമൂഹത്തിൽ നിന്നും, ആ വിഭാഗത്തിൽ നിന്നും ഒരു വ്യക്തിയെ ഞാൻ കൊന്നിരിക്കുന്നു, അബദ്ധത്താൽ കൊന്നിരിക്കുന്നു പഴയ കാലത്ത്. അതുകൊണ്ട് ഫഖാഫു അൻ യഖ്തുലൂൻ. ഞാൻ ഫിർഔനിന്റെ അടുത്തേക്ക് എത്തുന്നതിന്റെ മുമ്പായിട്ട് തന്നെ അവൻ എന്നെ കൊന്നുകളയുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് വഅഖീ ഹാറൂൻ, എന്റെ കൂടെ എന്റെ സഹോദരനായ ഹാറൂനെ പറഞ്ഞയക്കണം. എന്തുകൊണ്ടെന്നാൽ ഹുവ അഫ്സഹു മിന്നി ലിസാനാ, എന്നെക്കാൾ ചടുലമായി സംസാരിക്കാൻ അവന് സാധിക്കും. ഫഅർസിൽഹു മഅ യരിദ് അൻ യുസദ്ദിഖുനി, അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശക്തിപ്പെടുത്താൻ അവനെ കൊണ്ട് സാധിക്കും. ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ, ഞാൻ തനിച്ചു പോകുമ്പോൾ എന്നെ അവൻ അവിശ്വസിക്കും, ഫിർഔൻ അവിശ്വസിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽപ്പെട്ട എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായ ഒരു സഹായിയെ നീ വെച്ചു തരണം. ഹാറൂൻ അഖീ, അത് ഹാറൂൻ എന്ന എന്റെ സഹോദരനാണ്. ഉഷ്തുദ് ബിഹി അസ്രി, അവൻ മുഖേന എന്റെ ശക്തി ദൃഢപ്പെടുന്നതാണ്. വഅശ്രികു ഫീ അംരി, എല്ലാ കാര്യത്തിലും അവൻ ഒരു പങ്കാളി കൂടിയാണ് എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ത്വാഹയിൽ ഇദ്ഹബ് അൻത വഅഖൂക, എന്നാൽ നീയും നിന്റെ സഹോദരനും പോവുക, ബിആയാതി, എന്റെ ദൃഷ്ടാന്തവുമായി ഫിർഔനിലേക്ക് പോവുക, വലാ തനിയാ ഫീ ദിക്രി,
പക്ഷേ എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും വിട്ടുതിരിയാൻ പാടില്ല. ഒന്നുകൂടി, ഇദ്ഹബാ ഇലാ ഫിർഔൻ, അതേ നിങ്ങൾ രണ്ടുപേരും തന്നെ പോകണം. എന്തുകൊണ്ടെന്നാൽ ഇന്നഹു ത്വാ, അവൻ അക്രമകാരിയാണ്, അവൻ ക്രൂരനാണ്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ പോകണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അവനോട് സംസാരിക്കണം, വളരെ മാന്യമായിട്ട് സംസാരിക്കണം. ഖൗലൻ ലയ്യിനൻ, വളരെ അന്തസ്സായിട്ട് സംസാരിക്കണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവൻ നന്നാകാൻ സാധ്യതയുണ്ട്, അവൻ പാഠം ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാറൂനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് പറഞ്ഞയക്കുന്നതാണ് രംഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കേട്ടതുമായി കരുതുമെന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.